ഹലോ, ഇന്നത്തെ വിശേഷം ഇത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഹഗ് ആൻഡ് ടഗിൻ്റെ ഇനോഗ്രേഷനാണ്. ബിജു ചേട്ടനാണ് വന്നത്. അപ്പം ബിജു ചേട്ടൻ്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു മൊമെൻറ്റും നമ്മളെ ഇനോഗ്രേഷൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ അത് കൂടെ നിന്ന് സാധിക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? അതുപോലെ ഒരു കഥയാണ് ഇപ്പോൾ തുടങ്ങുന്നത് കേട്ടോ. എന്താണെന്നല്ലേ, ഇത് ഞങ്ങൾ ഇനോഗ്രേഷൻ്റെ തൊട്ട് മുൻപുള്ള ദിവസമാണ്. ഇപ്പോൾ സമയം ഒരു 9:30-10 ആയിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 2 അനിയത്തി കുട്ടികളുണ്ട്. സിവേനയും പിടിച്ചിട്ട് കാത്തിക്കുന്നു. അതുപോലെ ബാക്കി അനിയന്മാരുണ്ട്, അപ്പന്മാരുണ്ട്, എല്ലാ മനുഷ്യന്മാരും ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്, എല്ലാവരും കൂടി. ഇത് കണ്ടില്ലേ, ഇത് തന്നെ ഞങ്ങൾ വെളുപ്പിനെ 3:30 ചായ കുടിക്കാൻ പോയ തട്ടടയിൽ ചായ കുടിക്കാൻ പോയ സീനാട്ടോ. തട്ടട അന്വേഷിച്ച് പോയി തട്ടടയൊന്നും കിട്ടിയില്ല. പിന്നെ ആ സമയത്ത് കാത്തിരിക്കുന്ന റെസ്റ്റോറൻ്റാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് തിരികെ വന്ന് എല്ലാം സെറ്റാക്കിയിട്ട് ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് മുന്നേ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി എടുത്തതാണ് ഈ കാണുന്നത്. രാവിലെ 6:30-7 മണി ആയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ. അതിനർത്ഥം ഇന്നലെ രാത്രി വന്ന ആൾക്കാർ ഈ സമയമായിട്ട് പോയിട്ടില്ല എന്നതാണ്. ഞാനിവിടുന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ബിജുചേട്ടൻ്റെ ഫോൺ വന്നിട്ടുണ്ട്, ലൊക്കേഷനും ചോദിച്ച്. അതും പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഫ്രഷായി വരാമെന്ന് വിചാരിച്ച് പോയ ഞാൻ അവിടെ പോയിട്ട് ഒരു 5 മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും മണി 8:45 കഴിഞ്ഞു. അപ്പോൾ ബിജു ചേട്ടൻ വീട്ടിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മൂപ്പര് ഷോപ്പിൽ പോയി അവിടെ ആരെയും കാണാത്തതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് മൂപ്പര് സമ്മതിച്ച് ലാസ്റ്റ് വീട്ടിൽ വന്നതാണ്. ഇനി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് അതും മൂപ്പര വണ്ടിയിൽ തന്നെ പോവേണ്ടി വന്നു. ഹായ് ഇവിടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനാണ്. ഇന്ന് രാവിലെ 9:45 നമ്മൾ കൊയിലാണ്ടി ഉള്ളത്. കൊയിലാണ്ടി ഇവരെ ഷോപ്പിലേക്ക് പോക്കാന്ന്. ഇവരെ വീട്ടിൽ പോയി ചായല കുടിച്ച് അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് പോക്കാന്ന്. അമ്മയുണ്ട് ബാക്കില്, കവി എല്ലാവരും ഉണ്ട് ബാക്കില്, ഇവരുടെ അമ്മയുണ്ട് ബാക്കില്. ഓരോ തമാശയിലും വേണ്ട അങ്ങനെ പോക്കാണ്. ഞാനാ പറയുന്നത്, നിങ്ങളല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഒന്നും പറയാതെ ആദ്യം. അങ്ങനെ കുറച്ച് തമാശയൊക്കെ കഴിഞ്ഞ് ഇനോഗ്രേഷൻ ഹഗ് ആൻഡ് ടഗിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഞങ്ങളെ കാത്ത് ഞങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. റീഷ്കൂട്ടൻ ഇവിടെ ആട്ടോ ഉള്ളത്. ഇനിയിപ്പം ഇവരെ വെൽക്കം ചെയ്യാനുള്ള ബൊക്കെയായിട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ആരാണെന്നല്ലേ, വേറെ ആരാ, നമ്മളെ താരം തന്നെ, നമ്മളെ ഋഷിക്കൂട്ടൻ. അങ്ങനെ അമ്മയും കവിയും ഞാനും ഋഷിയും എല്ലാവരും കൂടിയിട്ട് റിബൺ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പം അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് കത്തിക്കലാണല്ലോ. അപ്പം അത് ഞങ്ങൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പരായിരുന്നു ഫസ്റ്റ് ലൈറ്റനിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിജുവേട്ടനും ബാക്കി എല്ലാവരും പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ സെറ്റായി. പിന്നെ എല്ലാവരും തിരക്കായിട്ടോ. അതായത് ഇപ്പം ബിജുചേട്ടനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനും മൂപ്പരെടുത്ത് വർത്താനം പറയാനും എല്ലാത്തിനും അങ്ങനെ ഓരോ തിരക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇനോഗ്രേഷനും പിന്നെ അവരുടെ അടുത്തുള്ള പിന്നെ വർത്താനവും ഫോട്ടോ എടുക്കലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഒരു എൻജോയ്മെൻറ്റ് മൊമെൻ്റ് ആയിരുന്നു അത്.
എല്ലാവരും. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും, നമ്മളൊരു കാര്യം, അതായത് നമ്മളൊരു ഡ്രീം കാണുമ്പോൾ അത് കൂടെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഡ്രീമിനെ പിന്നെ എന്താ ഒരു ട്രൂത്താക്കി മാറ്റാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അവരുടെ അടുത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതും ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ നമ്മൾ ഈ തിരക്കിൽ അവരെ കണ്ടില്ല എന്നും വരും. അപ്പം അതൊക്കെ ഒഴിവാക്കി അവർക്കൊക്കെ നന്ദി പറയുന്നതും എന്താ പറയുക, അതൊരു ഒരുപാട് വാക്കുകൾ ഉണ്ടാവില്ല ചില സമയത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു താങ്ക്സ് ഗിവിങ് കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു സ്വപ്നമാണ് അത്, അവർ കാണുന്നതല്ല, നമ്മൾ കണ്ടതായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവരൊരു സപ്പോർട്ട് നമുക്ക് തരുന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. പിന്നെ എല്ലാവരെയും ബ്ലെസ്സിങ്സിൽ നമ്മൾ എന്താ പറയുക, ഹഗ് ആൻഡ് ഹഗ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങളും എല്ലാവരും, അപ്പം നമുക്ക് എന്ന് പറയുമ്പം കിഡ് സ്റ്റോറാണ് ഈ വരുന്നത്. അപ്പം എന്താ പറയുക, എല്ലാവരും നിങ്ങളിപ്പോൾ കിഡ്സിനാണെങ്കിലും പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താണ് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഇനോഗ്രേഷനും ഷോപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പം എല്ലാവരും നിങ്ങളെ പിന്നെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം തുടർന്നും വേണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇതാട്ടോ എൻ്റെ അനിയത്തി കുട്ടിമാർ. നേരത്തെ കാണിച്ചപ്പോൾ അവരെ നേരെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഞങ്ങളിതാ ഓരോരുത്തരും ഇങ്ങനെ മൂപ്പരടുത്ത് കവിൻ്റെ അടുത്തും നമ്മൾ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും, നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു ഒരു കണ്ട സമയത്ത് തന്നെ. അപ്പോൾ ഇതാ ഇനിയെല്ലാം ബാക്കി വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയും അടുത്ത വിശേഷമായി കാണുന്നവരെ ബൈ ബൈ. Thanks for watching Savani's Tiny World. Visit again soon.